കുഞ്ഞ് ജനിച്ച 15-ാമത്തെ ദിവസമാണ് ഞങ്ങൾ ഹരിയാനയിലെത്തുന്നത്. അന്ന് ലൂക്കയും കൂടെ കൂട്ടാമെന്ന ഉദ്ദേശത്തോടെ രാജധാനിയിൽ ഫസ്റ്റ് AC ബുക്ക് ചെയ്തതാണ്. പക്ഷെങ്കിൽ സെക്ഷൻ ഡെലിവറിയും തുടക്കത്തിൽ കുഞ്ഞിനുണ്ടായ ഇൻഫെക്ഷനും മറ്റും കണക്കിലെടുത്തുകൊണ്ട് ആ പ്ലാൻ ഉപേക്ഷിക്കേണ്ടി വന്നു. ലൂക്കയെ സ്നേഹമുള്ളവരുടെ കയ്യിലേൽപ്പിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നു. തീരെ കുഞ്ഞായതുകൊണ്ട് തന്നെ ട്രെയിൻ യാത്ര അത്ര പാടായിരുന്നില്ല. ഓരോ 3 മണിക്കൂർ കൂടുമ്പോഴും പാൽ കുടിക്കുന്നു, ഉറങ്ങുന്നു. ഇതുതന്നെയായിരുന്നു റിപ്പീറ്റ് മോഡിൽ. ഇന്നിപ്പോൾ കുഞ്ഞിന് 6-ാം മാസം കഴിയാനാവുന്നു. നാട്ടിലേക്കുള്ള മെയിൻ ഉദ്ദേശം തന്നെ ചോറൂണാണ്. 2 ദിവസത്തെ ട്രെയിൻ യാത്ര പോസിബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇപ്രാവശ്യം യാത്ര ഫ്ലൈറ്റിലാക്കാമെന്ന് തീരുമാനിച്ചത്. ഇപ്പോൾ എല്ലാറ്റിനോടും റെസ്പോണ്ട് ചെയ്ത് തുടങ്ങിയുകൊണ്ട് കുഞ്ഞിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാവുമെന്നറിയാൻ ഞങ്ങൾക്ക് ഏറെ താല്പര്യമുണ്ടായിരുന്നു. നെയ്ൻവാളിനെ മാത്രം കണ്ടിരുന്ന കുഞ്ഞ് ഇപ്പോൾ ചുറ്റിലും കുറേ ലൈറ്റ്സും മറ്റും കണ്ടപ്പോൾ വല്ലാത്ത കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ ഇത് 30-ാമത്തെ തവണയോ മറ്റുമാണ് ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് എങ്കിലും എൻ്റെയും കുഞ്ഞിൻ്റെയും ഫസ്റ്റ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾ 2 പേർക്കും ഉണ്ടായിരുന്നു. ടേക്ക് ഓഫ് ഒരുപാട് ഇഷ്ടമായി. പക്ഷേ ലാൻഡിങ് എനിക്കും കുഞ്ഞിനും ഇച്ചിരി പ്രശ്നമായിരുന്നു. വലിയ ശീലക്കേടൊന്നും കാണിക്കാത്തതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്ലൈറ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. കോയമ്പത്തൂർ എയർപോർട്ട് എത്തി. അവിടെ നിന്ന് പിന്നെ ടാക്സിയും ലാസ്റ്റ് ബസ്സൊക്കെ ആയി വീടെത്തുമ്പോഴേക്കും പുലർച്ചെ 12 മണി കഴിഞ്ഞിരുന്നു.